രാവിലെ തന്നെ ഒരു റാപ്പ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അതിനുള്ള വെജിറ്റബിൾസൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ ഭംഗിയുണ്ടെങ്കിലും കഴിക്കാനത്ര പോരാ. ചിക്കൻ ഇല്ലാതെ എന്ത് റാപ്പല്ലേ. ഈ റാപ്പ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം അത് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. വധമായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് സെൻറ്റി ആയിപ്പോയോ എന്നൊരു ഡൗട്ട്. ഞാൻ മാക്സിമം എൻ്റെ നെഗറ്റീവ് അല്ലെ സെൻറ്റിമെൻ്റൽ കാര്യങ്ങളൊന്നും വെളിയിലോട്ട് വിടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇവിടുന്നൊക്കെയോ ഒരുപാട് പേര് അറിയാത്തവരും അറിയുന്നവരും എല്ലാം കുറേ നല്ല വാക്കുകൾ. ഞാൻ സർപ്രൈസ്ഡ് ആയി പോയ കാര്യം എന്താന്ന് വെച്ചാൽ കുറെ ആൾക്കാരിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതെല്ലാം വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിൽ എന്താ ഒരു ധൈര്യവും സ്ട്രെങ്തും ഒക്കെ കിട്ടിയ പോലെ തോന്നി. എല്ലാവരോടും സ്നേഹം മാത്രം. ഡോണറൊക്കെ കഴിച്ച് ഒരു ശ്രീലങ്കൻ ഷോപ്പിൽ പോയപ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടത്. പിന്നെ കുറച്ച് പരിചയമുള്ള ആൾക്കാർ ഇരിക്കുന്ന കണ്ടു. പിന്നെ പോയത് ബെർലിനിലെ മൊയർ പാർക്ക് എന്ന് പറയുന്നൊരു പാർക്കിലോട്ടാണ്. മൊയർ എന്ന് പറഞ്ഞാൽ വോളെന്നാണ് അർത്ഥം. ബെർലിൻ വാളിനടുത്തുള്ള ഒരു പാർക്കാണ്. ഓരോരോ മരങ്ങളിലെ പഴങ്ങളും ചില ചെടികളും ഒക്കെ കാണുമ്പോൾ എന്തൊരു ആക്രാന്തമായിരുന്നെന്നറിയാമോ. അതെന്താണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ഏത് ഫ്രൂട്ട് കണ്ടാലും ഞാൻ ഉടനെ ഗൂഗിൾ സെർച്ച് കൊടുക്കും. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഇതൊക്കെ ബെർലിൻ വാളിൻ്റെ അവശേഷിപ്പുകളാണ്, ബാലൻസ് ഉള്ള ഭാഗങ്ങൾ. ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അവിടെ എല്ലാം കമ്പി കുത്തിവെച്ചിട്ടുണ്ട്. പിന്നെ യൂബാൻ്റെ മെയിൻ സ്ഥലത്തോട്ട് പോയി. താഴെക്കൂടെയും മണ്ടയ്ക്കൂടെയും സൈഡിൽ കൂടെയും എല്ലാം ഇവിടെ ട്രെയിനാണ്. ആ കാണുന്നതാണ് ഇവിടുത്തെ പാർലമെൻറ്റ്. പിന്നെ കുറേ നേരം അവിടെ എല്ലാം നിന്ന് വീക്ഷിച്ചിട്ടും വായി നോക്കിയിട്ടും തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോന്നു. തിരിച്ചു പോന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബായ്.